السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ അയൽവാസികൾ. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, ദൂരത്തുള്ള നമ്മുടെ ബന്ധുക്കാരും കൂട്ടുകാരും ഒക്കെ എത്തുന്നതിന് മുമ്പ് ഓടി വരുന്നത് നമ്മുടെ അയൽവാസികളാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഇസ്ലാം അയൽവാസികൾക്ക് ഒരുപാട് ബാധ്യതകളും കടപ്പാടുകളും നമ്മോടും തിരിച്ചുമൊക്കെ ഉണ്ട്. 4 ഭാഗത്തുമുള്ള 40 വീടുകളാണ് നമ്മുടെ അയൽവാസികളായി പരിഗണിക്കപ്പെടുന്നത്. അതിൽ ബന്ധുക്കാരുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി പരിഗണിക്കണം. നമ്മൾ വസ്ത്രം വാങ്ങുമ്പോഴും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നോ അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ നമ്മൾ പരിഗണിക്കണം. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. നിങ്ങളുടെ അയൽവാസി അവൻ ഏത് മതക്കാരനായാലും ഏത് ജാതിക്കാരനായാലും ആരായാലും വിശ്വാസിയായാലും അല്ലെങ്കിലും അവനെ ബഹുമാനിക്കണമെന്നാണ്. അക്രിം ജാറക്ക പോലെ ഉക്കാന കാഫിറ. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം സഹാബാക്കൾക്ക് തോന്നിപ്പോയി, അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിനി അനന്തരാവകാശം കൂടി അയൽവാസികൾക്ക് കൊടുക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി എന്ന് അവിടുന്ന് സ്വഹാബാക്കൾ അവിടുന്ന് സംശയം രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽവാസികളോട് നല്ലതുപോലെ പെരുമാറാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.